തിരക്കൊക്കെ ഒന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ ഈ ബ്രിഡ്ജ് ഓപ്പൺ ആവണ്ടേ. ഇടതടവില്ലാതെ പോകുന്ന ഒരു ഏരിയ കേട്ടോ. വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബൈക്കും ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. മാസ്കിംഗ് ടാപ്പ് വെച്ച് റെഡിയാക്കി അതവരെ ഊരിയെടുക്കുക കേട്ടോ. ലൈന് കറക്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഇവരെ മാസ്കിംഗ് ടാപ്പ് എടുത്തതിന് ശേഷം ഇവർ ടച്ച് ചെയ്യാട്ടത്. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. NH66 ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് വീണ്ടും ഹൈലൈറ്റ് മാളിന്റെ അടുത്താട്ടോ. ആരുടെ ചീത്ത പറയണ്ട, ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് പോകാനാട്ടോ പറഞ്ഞത്. ഹൈലൈറ്റ് മാളിന്റെ അപ്ഡേഷൻ കൊടുക്കാക്കാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഉദ്ഘാടനം ഏതായാലും 2-3 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനത്തിനൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ്. ഫൈനൽ ടാറിങ് വരെ നടക്കട്ടോ. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എന്തായാലും ഉദ്ഘാടനം കഴിയുന്ന വരെ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോയാലോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇത് കണ്ടില്ലേ, ഫൈനൽ ടാറിങ് നടന്നുകൊണ്ട് കേട്ടോ. ഇവിടെ ഒരു ഭാഗം ടാറിങ് മുക്കാൽ കഴിയാനായി. പിന്നെ ഇതാ ഈ ഭാഗം ഈ ടാറിങ്ങിനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടാറിങ്ങും ചെയ്താൽ ഇതാ ഇത് ഓപ്പൺ ആണ്. അപ്പുറത്തെ ഭാഗം ഞാൻ കാണിച്ചാട്ടോ. CDSP WMM എന്നീ 2 മിക്സുകളൊക്കെ ഇട്ട് സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പേരൊക്കെ പഠിച്ചിട്ടോ. ഇനി അടുത്തത് ഇവിടെ CDM ടാറിങ് ഇതാ അവിടെ നടന്നുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് BC അങ്ങനെ 2 ലെയർ ടാറിങ് ഉണ്ട്. ഓരോന്നിൻ്റെ പേരതാട്ടോ. ഇപ്പം CDM ടാറിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 10 സെൻറ്റിമീറ്റർ തിക്കില്, 8 സെൻറ്റിമീറ്റർ തിക്കില്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ BC ചെയ്യുന്നത് 5 സെൻറ്റിമീറ്റർ തിക്കില്. കറക്റ്റ് ലെവല് സാധനം ആ മെഷീൻ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് അങ്ങനെ പോകുക. ലെവലാക്കി ഉറപ്പിച്ചിട്ടാണ് പോകട്ടോ. ഇതിപ്പോൾ ഒരു 4 മീറ്റർ വീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 11 മീറ്റർ വീതിയിൽ ഈ മെഷീൻ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം 4 മീറ്റർ വീതിയിലാണ്. ഒറ്റയടിക്ക് ചെയ്യുന്ന ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് ഇവിടെ ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞു. പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇതുവരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ 9 മീറ്ററിൻ്റെ ഒരുമിച്ച് ചെയ്യുന്നത് നമ്മൾ മറ്റേ അയിഞ്ഞിലം ഭാഗത്ത് ചെയ്യുന്നത് കാണിച്ചിരുന്നു കേട്ടോ. അത് 9 മീറ്ററും ബാക്കിയുള്ള 3 മീറ്ററും ഒരുമിച്ച് 2 മെഷീൻ ഒരുമിച്ച് ചെയ്തു പോകുന്ന അത് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. എന്തായാലും നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് ഫിനിഷിങ് വർക്കിലേക്ക് 2 ദിവസം 2-3 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കൂടി ഞാൻ ഇവിടെ നിന്ന് തയ്യാറാക്കുന്നതായിരിക്കും. ഇവിടെ ഇവർ ക്ലീൻ ആക്കാം കേട്ടോ. റോഡ് ചണ്ടിയൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി എടുക്കാം കേട്ടോ. ചൂലിന് പകരം മെഷീന് കേട്ടോ. ഈ ചണ്ടിയൊക്കെ ഒരു ഭാഗത്തേക്കായി ഒരു സൈഡിൽ ഇങ്ങനെ ചെരിച്ച് ക്രോസ് ആയിട്ടാണ് ആ സൈഡിൽ. അത് അവരവിടുന്ന് കോരിയെടുക്കും കേട്ടോ. ഈ ഭാഗം ഫുള്ള് ക്ലീനാക്കി അതിനി അവരവിടുന്ന് കോരിയെടുത്ത സംഭവം ഒക്കെ ഇനി അടുത്ത നാളെ ഇവിടെ ചെയ്യുന്ന ഉറപ്പാട്ടോ. അപ്പോൾ അവർ CDM ഫസ്റ്റ് ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം ചെയ്യും. പിന്നെ ഇത് ഓപ്പൺ ആക്കും കേട്ടോ. ഫൈനൽ ടാറിങ് പിന്നീടാവാനാണ് സാധ്യത. അപ്പോൾ സ്നേഹിതന്മാരെ, ആരും ഒന്ന് കരുതരുത് കേട്ടോ. എനിക്ക് കുറച്ചൊരു ബിസി എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും പുറം ഭാഗത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അപ്ഡേഷൻ ഓരോ ദിവസവും ഇങ്ങനെ കൊടുക്കട്ടോ. എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ പോകില്ലേ. അപ്പോൾ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്ത് കിട്ടിയാൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും തിരക്ക് പിടിച്ചൊരു ജംഗ്ഷനാട്ടത്. ജംഗ്ഷൻ വാഹനങ്ങൾ ഒരുപാട് പോകുന്ന ജംഗ്ഷൻ വേറെ ഉണ്ട്. തൊണ്ടയാട് അതൊക്കെ ഫ്ലൈ ഓവർ വന്നിട്ട് കുറേ കാലമായി. അതുപോലെ ഇനി മലാപ്പറമ്പ് ജംഗ്ഷൻ അതൊക്കെ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ മാളുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചിലും മറിച്ചിലും കൂടിയായിട്ട്
കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം ഇതാണ്, കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ഈ ബൈപ്പാസിൽ. അപ്പോൾ ഹൈവേ സൈഡിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ആക്കം തന്നെ കേട്ടോ, ലോങ് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്താളിട്ടോ. വാഹനങ്ങളൊക്കെ ആയിട്ട് ഈ റോഡിൻ്റെ കൂടി പോകുന്ന ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്താളി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും ചെയ്താളി. അവിടെ ഇതിപ്പോൾ കാണിച്ചു തരും കേട്ടോ. അവിടെ ടാറിങ് ഞാൻ ആദ്യം കാണിച്ചത്, ഇന്നത്തെ ടാറിങ് ഏകദേശം കഴിയാനായി. അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടുത്തെ ജോയിൻ്റ് വർക്ക് എന്തായി നോക്കട്ടോ. ജോയിൻ്റ് വർക്ക് കഴിഞ്ഞ ഒരു 3-4 ദിവസം വരുമ്പോൾ ഈ ജോയിൻ്റ് സ്ലാബ് വാർത്തതിൻ്റെ മുകളിലൊക്കെ ഒരു വെള്ളം നിർത്തിയിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കി. എന്തായാലും 5-8 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടോ. ആ ഭാഗം ഏകദേശം ഓക്കെ. എന്നാലേ നാളെ മറ്റന്നാളായിട്ട് ഇവർ ഈ ടാറിങ്ങും കൂടി അങ്ങോട്ട് ചെയ്യും കേട്ടോ. ഇവിടെ ഒരു കടിയുണ്ട് കേട്ടോ, നമ്മളെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറുന്ന അവിടെ ഒരു കടിയുണ്ട്. എന്താലേ വാഹനങ്ങൾ പോണ പോക്കണ്ടില്ല നിങ്ങൾ. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ ഈ ബ്രിഡ്ജ് ഓപ്പൺ ആവണ്ടേ. ഇടതടവില്ലാതെ പോകുന്ന ഒരു ഏരിയ കേട്ടോ. വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബൈക്ക് ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. ബ്ലോക്ക് ഏത് നിമിഷം. അപ്പോൾ നമ്മുടെ അടിയിലുള്ള ഭാഗം അവിടെ ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം അവർ അടച്ചിട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പാലായി ഭാഗത്തു നിന്ന് ടൗണിലേക്ക് പോകുന്ന ബസ്സൊക്കെ ഏത് വഴിക്കാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. അതായത് അവർ അടിഭാഗത്ത് തുറന്നു കൊടുത്ത ഭാഗം കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്. പക്ഷേ അത് നമ്മുടെ പാലായി റോഡുമായിട്ട് കുറച്ചൊരു മാറ്റം വന്നിട്ട് ആ റോഡ് കേട്ടോ. അപ്പോൾ അവർക്ക് പാലായി നിന്നിട്ട് വലത്തെ ഭാഗത്തേക്ക് തിരിയണം. വലത്തെ ഭാഗത്ത് തിരിയാന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഈ മാളിൻ്റെ നേരായിട്ടൊരു ക്രോസ് കിട്ടണം, എന്നാലേ ഇവിടുത്തെ വാഹനങ്ങൾ ചുറ്റി വളയാതെ പോകാൻ കഴിയുള്ളൂ കേട്ടോ. അതെന്താണ് നമ്മുടെ ട്രാഫിക് പോലീസുകാരും ട്രാഫിക്കിൻ്റെ വലിയ ആൾക്കാരൊക്കെ തീരുമാനിച്ചോളും. എന്തായാലും അവിടെ ആ ഭാഗം ഓപ്പൺ ആക്കിയ സ്ഥലത്ത് ബുദ്ധിമുട്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ റോഡിൻ്റെ നേരായിട്ടാണ് അവർ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ഓപ്പൺ ആക്കുമ്പം ഇവിടെ നമ്മുടെ ഈ പാലായി ഭാഗത്തു നിന്നും വരുന്ന റോഡ് പിന്നെ വലത്തോട് തിരിയുമ്പോൾ മറ്റേ ആ ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ തമ്മിൽ മുഖാമുഖമാവും. പക്ഷെ അവിടെ കുറച്ച് വീതി ഉണ്ടെങ്കിൽ കഴിച്ചിലാകാൻ സാധ്യത ഉണ്ട്. എന്തായാലും കൂടുതൽ ലോങ് പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര റഷൊന്നും താഴത്തുണ്ടാവാൻ സാധ്യതയില്ല. മാളിലേക്ക് വരുന്ന വാഹനങ്ങൾ ആ ഭാഗത്ത് ഇങ്ങോട്ട് തിരിയാനും പിന്നെ മാളിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് റോഡിലേക്ക് സർവീസ് റോഡിലേക്ക് തിരിയാനൊക്കെ ആ ഒരു ക്രോസിങ് അവർക്ക് ധാരാളം കേട്ടോ. പക്ഷെ നമ്മുടെ പാലായി പഴയ റോഡ് അവിടുത്തേതാണ്. എന്തായാലും നമുക്ക് നോക്കിക്കാണാം. നമ്മുടെ ബാക്കിയുള്ള ട്രാഫിക്കും എല്ലാവരും തീരുമാനിച്ച് ഉഷാറായിക്കോളൂ കേട്ടോ. അത് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ അവരെല്ലാം കൈകാര്യം ചെയ്തോളൂ കേട്ടോ. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ മിഷനറികൾ ഇവിടെ ഫസ്റ്റ് റോളറ് റെഡിയാക്കി ടൈറ്റാക്കി നോക്കത്തല്ല, നല്ല ഫുൾ ഫിനിഷിങ് ആയിട്ട് അങ്ങനെ പോകും. ഇതൊക്കെ ഇന്നിട്ടതാട്ടോ, ഫുള്ള് ഇതെല്ലാം ഇന്നിട്ടതാണ്. അതിൻ്റെ ബാക്കിൽ തന്നെ റബ്ബറൈസിങ്ങും. ഈ റോളറിൻ്റെ പരിപാടി എന്താ പറയുക, ഈ റോളറിൻ്റെ പരിപാടി ഓരോ 8 ഇഞ്ച് കുറച്ചീച്ച ഇങ്ങനെ ആ ഭാഗത്തുനിന്ന് ലെവലാക്കിയ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു
എത്ര 5 അടിയോളം വീതിയുള്ള ഒരു അതിൻ്റെ വീലുണ്ടല്ലോ, അത് കറക്റ്റ് ലെവലാക്കി ഇങ്ങനെ പോരും കേട്ടോ. മറ്റ് ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ട് മൊത്തത്തിനോട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് താഴ്ച വരില്ല. പക്ഷെ അവർ ഓരോ പീസായിട്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരായിട്ട് ചെയ്യുക. അതാ റോളർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതുണ്ടോ ഈ ഭാഗം മൊത്തം, ഈ ഭാഗത്തേക്കുള്ള ബാക്കി ഇത്രയും ഭാഗം മൊത്തം കൊണ്ട് അമർത്താനുള്ളതാണ്. പക്ഷെ അവർ ഫുള്ളായിട്ട് പോകുന്നില്ല. വേണ്ട അതിൻ്റെ ഒരു സൈഡ് 8 ഇഞ്ച് ചെയ്യാനൊക്കെ കാലത്ത് അതിപ്പോൾ ഒരു ഏകദേശം ഒരു വീതി ഉണ്ട്, 10 ഇഞ്ചൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇവരും കൂടി തിരിച്ചു പോണ സമയത്ത് അതൊരു ജർക്കിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അമർത്തലും ഉണ്ട്. ആ ജർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും. നാളാണ് അപ്ലോഡ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് എത്തുന്നതിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ കേട്ടത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഡിവൈഡർ ഇതിൻ്റെ മുകളിൽ വെച്ച് കറക്റ്റ് അളവിലേക്ക് അവർ ഡിവൈഡർ മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ 3 വരിപ്പാത ഇവിടേക്ക്. അപ്പോൾ ഇവരിവിടെ കുറച്ചേരം ഒരു ഒഴിവിട്ടതാട്ടോ അവർ വർക്കിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് വാഹനങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിലേ തിരിക്കാൻ വേണ്ടി മെനക്കെട്ടാണ്. പക്ഷേ ഇതിലേ തിരിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അപകടം വരാൻ വളരെ സാധ്യതയാണ്. രണ്ടാളിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവർ തിരിച്ചു വരുന്നത് ഏതാ, നമ്മുടെ ലാൻഡ് മാർക്കിൻ്റെ ആ ബിൽഡിംഗ് അതാ അവിടെ കാണുന്നത്, അവിടെ നിന്ന് തിരിച്ചു വരുന്ന കേട്ടോ. വെച്ചോളൂ. ഓൺലി എൻസാൻഡിൻ്റെ മുകളിൽ ലെവലാക്കി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചൊരു 8 ഇഞ്ച് താഴ്ചയിലാണ് 2 ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബില്ലാക്കും. പിന്നെ ടാറിങ് അതിൻ്റെ കൂടെ. പിന്നെ നമ്മുടെ സർവീസ് റോഡിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് ഇതാ നമ്മുടെ ആ ഡിവൈഡർ വെച്ചില്ലേ അതിൻ്റെ അപ്പുറത്തേക്കാട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് സർവീസ് റോഡ് വരുന്നത്. സർവീസ് റോഡ് ഇതാ അത്രയും ഇവിടെയൊക്കെ വീതിയുണ്ട്, പക്ഷേ ആ ഭാഗത്തേക്ക് വീതിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇതൊരു 1 ലൈൻ സർവീസ് റോഡായിരിക്കും കേട്ടോ. 2 ലൈനിലുള്ള വീതി ഉണ്ടാവില്ല. പിന്നെ ഡ്രെയിനേജുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് 1 ലൈൻ മതിയാകും തോന്നുന്നു. പക്ഷേ അവിടെ നിന്ന് 2 ലൈനുള്ള സ്കോപ്പില്ല കേട്ടോ. അവിടെയൊക്കെ ഹൈലൈറ്റ് മാളിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബൗണ്ടറി ഒക്കെ അതിന് നേരാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ 1 ലൈനുള്ള സ്കോപ്പുള്ളൂ എന്നുള്ള പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ സർവീസ് റോഡിൻ്റെ വർക്ക് എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം കേട്ടോ. എന്തായാലും വീതി ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. RE ബ്ലോക്കോ അല്ലെങ്കിൽ നമ്മുടെ MES വാളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും അത്ര പൊങ്ങി വരാണ്ട് കേട്ടോ. നമ്മളെ പാറ പൊന്തിച്ചില്ല, ഏകദേശം ഒരു 18 അടിയോളം പൊങ്ങാണ്ട് അവിടെ. 20 അടി ഇല്ല, 18 അടിയോളം പൊങ്ങാനുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വർക്ക് ഫിനിഷ് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ വലിയ 6 വരിപ്പാത തുറന്നു കൊടുത്തതിന് ശേഷം അതിൻ്റെ വർക്കൊക്കെ ആരംഭിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ 6 വരിപ്പാത ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡിന് അവർക്ക് വർക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ആ സൈഡിൽ മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. അത് 6 വരിപ്പാതയിലൂടെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി. ബാക്കി ഇവിടെ വർക്കൊക്കെ നടക്കും കേട്ടോ. മാസ്കിംഗ് ടാപ്പ് വെച്ച് റെഡിയാക്കി അതവരെ ഊരിയെടുക്കുക കേട്ടോ. ലൈന് കറക്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു കളർ അടിച്ച് കഴിഞ്ഞാൽ ആ ടാപ്പ് ഒട്ടിക്കുക, പിന്നെ അടുത്ത ലൈന് ക്ലിയർ ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഇവരെ മാസ്കിംഗ് ടാപ്പ് എടുത്തതിന് ശേഷം ഇവർ ടച്ച് ചെയ്യാട്ടത്. മാസ്കിംഗ് ടാപ്പ് എടുത്താൽ ചിലപ്പോൾ ചെറിയതൊക്കെ ഉണ്ട്, അതൊക്കെ അവർ വൈറ്റ് കൊണ്ട് ടച്ച് ചെയ്യുക. ഒരാൾ ബ്ലാക്കും ഉണ്ട് കൈമലി. ഇവൻ്റെ മൂപ്പര കൈമലി ബ്ലാക്കാട്ടോ. എന്താ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. എന്തായാലും ഇനി അടുത്ത നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ലൈവ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. എനിക്കിപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഹൈലൈറ്റ് മാളിൻ്റെ ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ തന്നെ കവർ ചെയ്ത്. എന്തായാലും നല്ല അപ്ഡേഷൻ ആണല്ലോ എനിക്ക് തോന്നുന്നത്. ഹൈലൈറ്റ് മാൾ അപ്ഡേഷൻ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.